മനുഷ്യൻ്റെ ഒരു സൃഷ്ടിപ്രകൃതം ക്രമീകരിച്ചിരിക്കുന്നത് അവനിൽ നിന്ന് ധാരാളം വീഴ്ചകളും കുറവുകളും കുറ്റങ്ങളും പാപങ്ങളുമൊക്കെ സംഭവിക്കുന്ന രൂപത്തിലാണ്. ഖുർആൻ തന്നെ മനുഷ്യൻ്റെ പ്രകൃതിയെപ്പറ്റി പറഞ്ഞത് വഖുലിക്കൽ ഇൻസാനു ലഈഫ, മനുഷ്യനെ അള്ളാഹു പടച്ചത് ദുർബലനായ അവസ്ഥയിലാണെന്ന്. ആ ദുർബലത മനുഷ്യ ജീവിതത്തിൻ്റെ സകല മേഖലകളിലും ഉണ്ടാകും. അവൻ്റെ ജീവിതത്തിൽ അവൻ എത്ര ശ്രദ്ധിച്ചാലും അതിതീവ്രമായ സൂക്ഷ്മത അവൻ പുലർത്തിയാലും അവനിലേക്ക് കുറവുകൾ, തിന്മകൾ കടന്നു വരും എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമായി ഇസ്ലാം പഠിപ്പിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ്റെ ആ പ്രകൃതിയെ പരിചയപ്പെടുത്തിയത് തന്നെ കുല്ലു ബനി ആദമ ഖതാഉൻ, കുല്ലു ബനി ആദമ ഖതാഉൻ, ആദമിൻ്റെ മക്കളെല്ലാം തന്നെ ഖതാഉൻ, പാപികളാണ്, തെറ്റുപറ്റുന്നവരാണ്. വഖൈറു ഖത്താഈന തവ്വാബൂൻ, എന്നാൽ അവരിലെ ഏറ്റവും ഉത്തമന്മാരെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ആ പറ്റിയ അബദ്ധങ്ങളിൽ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ് അവരിലെ ഉത്തമന്മാർ. തെറ്റ് പറ്റാത്തവരെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അത് മനുഷ്യൻ്റെ പ്രകൃതിയുടെ ഭാഗമാണ്. അവനിലിങ്ങനെ മാറി മറിഞ്ഞ് തിന്മകൾ കടന്നു വരും എന്നുള്ളത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മനുഷ്യൻ്റെ ആ പ്രകൃതിയുണ്ട്, മനുഷ്യന് അബദ്ധം സംഭവിക്കും എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് മനുഷ്യനിൽ സംഭവിക്കുന്ന പാപങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. മനുഷ്യനിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ രണ്ട് വിധത്തിലുണ്ട്. ഒന്ന്, മനുഷ്യന്റെ ദുർബലതയിൽ നിന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും മനുഷ്യനിൽ പാപം സംഭവിക്കും. രണ്ടാമത്തേത്, മനുഷ്യന്റെ ധിക്കാരത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പാപങ്ങൾ സംഭവിക്കും. രണ്ട് വിധത്തിലാണ് ആ പാപം സംഭവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പരിചയപ്പെടുത്തി വിശുദ്ധ ഖുർആനിൽ. അതോടൊപ്പം തന്നെ ഇബ്ലീസിനെയും ആദം അലൈഹിസ്സലാമയെയും അല്ലാഹു പരിചയപ്പെടുത്തി. സൂറത്ത് ബഖറ അവരുടെ സ്വർഗത്തിലെ അവർക്കിടയിലുണ്ടായ സംഭവ വികാസങ്ങളെപ്പറ്റി സൂറത്തുൽ ബഖറ പരിചയപ്പെടുത്തി. അവിടെ നമുക്ക് കാണാം, ഇബ്ലീസിനോട് ഇബ്ലീസിൽ നിന്ന് സംഭവിക്കുന്ന ഒരു പാപത്തെപ്പറ്റി അല്ലാഹു പറഞ്ഞു. വഇദ് ഖുൽനാ ലിൽ മലായിക, മലക്കുകളോട് നാം പറഞ്ഞു, അല്ലെങ്കിൽ മലക്കുകളോട് നാം പറഞ്ഞ സന്ദർഭം, ഇസ്ജുദൂ ലി ആദം, നിങ്ങൾ ആദമിന് വേണ്ടി എല്ലാവരും സുജൂദ് ചെയ്യുക. ഫസജദൂ, അപ്പോൾ അവരെല്ലാം സുജൂദ് ചെയ്തു. ഇല്ല ഇബ്ലീസ്, ഇബ്ലീസ് ഒഴികെ. ഇബ്ലീസ് ഒഴികെ ബാക്കി എല്ലാവരും ആദമിനെ പ്രണമിക്കണം, സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞ കൽപ്പന പാലിച്ചു. ഇബ്ലീസ് പാലിച്ചില്ല, ഇബ്ലീസ് അനുസരിച്ചില്ല. അതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. അബാ വസ്തക്ബറ, അബാ അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ അവൻ കിബ്ർ നടിച്ചു, അഹങ്കാരം നടിച്ചു, വകാന മിനൽ കാഫിരീൻ അവൻ സത്യനിഷേധികളുടെ കൂട്ടത്തിലായിപ്പോയി. ഖുർആൻ പറയാം. അപ്പൊ ഇബ്ലീസിനോട് അല്ലാഹു ഒരു കൽപ്പന പറഞ്ഞു, ഇബ്ലീസ് അതനുസരിച്ചില്ല. അതിനെപ്പറ്റി അല്ലാഹു പറഞ്ഞത് അബാ വസ്തക്ബറ. അതെവിടെ നിന്നുണ്ടായത്? അതുണ്ടായത് അഹങ്കാരത്തിൽ നിന്നാണ്, ധിക്കാരത്തിൽ നിന്നാണ്. ഇതാണ് ഇബ്ലീസായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലെ പ്രഥമമായിട്ട് സംഭവ വികാസങ്ങൾ കാണുമ്പോൾ അല്ലാഹു സൂചിപ്പിക്കുന്നത്. എന്നാൽ അതേ സ്ഥലത്ത് തന്നെ ആദമിനോടും അല്ലാഹു ഒരു കൽപ്പന പറഞ്ഞിരുന്നു. ഇബ്ലീസിനോട് കൽപ്പന പറഞ്ഞു, ഇബ്ലീസ് ധിക്കരിച്ചു. അതിനെ പറ്റിയിട്ടാണ് അല്ലാഹു പറഞ്ഞത് അബാ വസ്തക്ബറ. അതേ സമയം തന്നെ ആദമിനോടും അല്ലാഹു പറഞ്ഞു, എന്താ? വഖുൽനാ യാ ആദം സ്കുൻ അൻത വസൗജുകൽ ജന്ന, ആദമേ നീയും നിന്റെ ഇണയും
ഈ ജന്നയിൽ, ഈ സ്വർഗ്ഗത്തിൽ ജീവിച്ചുകൊള്ളുക. വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ വലാ തഖറബ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക, എല്ലാ മരങ്ങളിൽ നിന്നും ചെടികളിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളുക. വലാ തഖറബ ഹാദിഹി ശജറ, ഈ ഒരു മരത്തെ നിങ്ങൾ തൊട്ടുപോകരുത്, ഈ ഒരു മരത്തെ നിങ്ങൾ തൊട്ടുപോകരുത്, സമീപിച്ചു പോകരുത്. ഫതകൂനാ മിനൽ ളാലിമീൻ, അങ്ങനെ നിങ്ങൾ സമീപിച്ചാൽ, തിന്നരുത് എന്ന് പറഞ്ഞ കൽപ്പന നിങ്ങൾ ലംഘിച്ചാൽ, നിങ്ങൾ ളാലിമീങ്ങളുടെ, വഴികെട്ടവരുടെ കൂട്ടത്തിൽ പോകും. നമുക്കറിയാം, ആദമും ആ കൽപ്പന തെറ്റിച്ചു, ആദമും അനുസരണക്കേട് കാണിച്ചു. പക്ഷെ അതിനെപ്പറ്റി അല്ലാഹ് പറഞ്ഞത് എന്താണെന്നറിയോ? ഫഅസല്ലഹുമ ശൈത്വാനു അൻഹാ ഫഅഖ്റജഹുമാ മിമ്മാ കാന ഫീഹി. ഫഅസല്ലഹുമ ശൈത്വാൻ, ശൈത്താൻ അവരെ എടറിപ്പിച്ചു, ശൈത്താൻ അവർക്ക് ഇടർച്ചയുണ്ടാക്കി, അവരുടെ ഉറപ്പിനെ ശൈത്താൻ ഒന്ന് ഇളക്കി എന്നാണല്ലോ പറഞ്ഞത്. ആദമിന്റെ അനുസരണക്കേടിന്, അല്ലെങ്കിൽ ആദമിൽ സംഭവിച്ച ആ കൽപ്പന പൂർത്തീകരിക്കാൻ പറ്റാത്ത അവസ്ഥയെപ്പറ്റി അല്ലാഹ് പറഞ്ഞത് എന്താ? ആദം എടറിപ്പോയി, ഹവ്വ എടറിപ്പോയി, പതറിപ്പോയി. എന്നാൽ ഇബ്ലീസിനെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹ് പറഞ്ഞത് എന്താ? അബാ വസ്തക്ബറ, അവൻ എന്ത് ചെയ്തു? അവൻ അഹങ്കാരം കാണിച്ചു, അവൻ വിസമ്മതിച്ചു. അഹങ്കാരം കാണിച്ചു, അവൻ വിസമ്മതിച്ചു. ഇതെന്താണ്? പാപം മനുഷ്യനിൽ ഈ രണ്ട് രൂപത്തിൽ സംഭവിക്കും. ഒന്ന് ആദമിന് സംഭവിച്ചതുപോലെ ദുർബലതയിൽ നിന്ന്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്ന് മനുഷ്യന് പാപങ്ങൾ ഉണ്ടാകാം. രണ്ടാമത്തേതോ, ഇബ്ലീസ് ചെയ്തതുപോലെ അഹങ്കാരത്തിൽ നിന്നും ധിക്കാരത്തിൽ നിന്നും മനുഷ്യനിൽ പാപങ്ങൾ ഉണ്ടാകാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, ദുർബലതയിൽ നിന്ന് മനുഷ്യനിൽ പാപം സംഭവിച്ചാൽ മനുഷ്യന് തിരിച്ചു വരാനും തൗബ ചെയ്യാനും നടപടികൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനും മനുഷ്യന് സാധിക്കും. അതുകൊണ്ടാ ആദമിൽ ഈ അനുസരണക്കേട് ഉണ്ടായപ്പോ ഉടനെ സംഭവിച്ചത് ഫതലഖാ ആദമ മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി. ആദം തന്റെ റബ്ബിൽ നിന്ന് കലിമത്തുകൾ സ്വീകരിച്ചു, ചില പദങ്ങൾ സ്വീകരിച്ചു, എന്നിട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങി. ആദമിന് അബദ്ധം സംഭവിച്ചപ്പോ ആദമിന്റെ മനസ്സിൽ വേദനയുണ്ടായി. ആദം റബ്ബിനോട് എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടത് ആദത്തിന് അറിയില്ല. കാരണം എന്താ? ആദമിന് ഒരു നബൂവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ഗൈഡൻസിൽ വളർന്ന ആളല്ല ആദമിന് അല്ലാഹ് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അപ്പാപ്പ പഠിക്കുകയാണ്, ആദ്യത്തെ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടതെന്ന് ആദത്തിന് അറിയില്ല. പക്ഷെ ആദമിന്റെ മനസ്സിൽ വേദനയുണ്ട്, ആദമിന് ദുഃഖമുണ്ട്, നിരാശയുണ്ട്, അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള പേടിയുണ്ട്. ആ സമയത്ത് അള്ളാഹ് ആദമിന് ചില കലിമത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഖുർആൻ ആ കലിമത്ത് പറഞ്ഞു. എന്താ ആ കലിമത്ത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇത് അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തതാ ആദമിന്. ഈ ലഫ്ള്, ഈ പദങ്ങൾ അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തതാ ആദമിന് തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആദമിന് തൗബ ചെയ്യാൻ അല്ലാഹ് ഇത് പഠിപ്പിച്ചു കൊടുത്തത് എന്തുകൊണ്ടാ? ആദമിന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടായി. ആദമിന്റെ മനസ്സിൽ കുറ്റബോധമുണ്ടായത് എന്തുകൊണ്ടാ? ആദമിന് സംഭവിച്ചത് ദുർബലതയിൽ നിന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നും മനുഷ്യന് സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു അബദ്ധമായതുകൊണ്ടാണ്. പക്ഷെ ഇബ്ലീസിനെ പറ്റി ഖുർആൻ പറഞ്ഞത് എന്താ? ഇബ്ലീസിനെ പറ്റി ഖുർആൻ പറഞ്ഞത്, ഇബ്ലീസ് ഒരിക്കലും തൗബ ചെയ്തില്ല. ഇബ്ലീസിന്റെ മനസ്സിൽ പ്രയാസം ഉണ്ടായില്ല. കാരണം എന്താ? ഇബ്ലീസിന്റെ പാപത്തിന് കാരണം എന്താ? അബാ വസ്തക്ബറ, അവന്റെ ധിക്കാരമാണ്, അവന്റെ അഹങ്കാരമാണ്, അവന്റെ അനുസരണക്കേടാണ്. അവൻ പിന്തിരിഞ്ഞു പോവാണ് ചെയ്തത്. ധിക്കാരപൂർവം അവന് മാറി നിന്നു. അതുകൊണ്ട് തന്നെ അവന് തൗബ ചെയ്യാൻ തോന്നിയില്ല. അല്ലാഹ് പറയാണ്, ഈ ഇബ്ലീസിനെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞു, ഇന്നമാ യഅ്മുറുകും ബിസ്സൂഇ വൽ ഫഹ്ശാ. അവന് എന്ത് ചെയ്യുന്നു? ആളുകളോട് തിന്മയെ പറ്റിയിട്ടും മ്ലേച്ഛവൃത്തിയെ പറ്റിയിട്ടും മനുഷ്യനോട് കൽപ്പിക്കുന്ന ഏർപ്പാട് അവന് തുടർന്നുകൊണ്ടിരുന്നു എന്നാ ഖുർആൻ പഠിപ്പിക്കുന്നത്.
ഇബ്ലീസിന് പശ്ചാത്തപിക്കാൻ പറ്റിയിട്ടില്ല, ഇബ്ലീസിന് ഖേദമുണ്ടായിട്ടില്ല. കാരണം എന്താ? ഇബ്ലീസിന്റെ പാപം രൂപപ്പെട്ടത് ധിക്കാരത്തിൽ നിന്നാണ്. ഇത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. നമ്മുടെ മനസ്സിൽ ഇത് കൃത്യമായി വേർതിരിച്ചുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ധിക്കാരത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഒരു പാപം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പാപം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ തൗബ ചെയ്യാനുള്ള അവസരം നമുക്ക് ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക, നമ്മളുടെ കുറവുകളിലേക്ക് നമ്മൾ നോക്കുക. അതുണ്ടായത് ദുർബലതയിൽ നിന്നാണോ അഹങ്കാരത്തിൽ നിന്നാണോ? നമ്മൾ നോക്കണം, നമ്മൾ പരിശോധിക്കണം. അതുണ്ടായത് ധിക്കാരത്തിൽ നിന്നാണോ ദുർബലതയിൽ നിന്നാണോ അഹങ്കാരത്തിൽ നിന്നാണോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ നിന്നാണോ? ഈ വേർതിരിവ് നമ്മുടെ ജീവിതത്തിലെ പാപങ്ങളെ പറ്റിയിട്ട് നമുക്കുണ്ടാവണം. ആ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ചില ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല, നരകത്തെ കൊണ്ട് അവരെ നിറപ്പിക്കും. ആരാണവർ? ഒന്നാമത്തെ റസൂലുള്ള പറയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, അലാ ഉഖ്ബിറുക്കും ബി അഹ്ലിന്നാർ, നരകത്തിന്റെ അഹ്ലുകാരെ പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സഹാബികളോട് റസൂലുള്ള ചോദിക്കുക, നരകത്തിന്റെ അഹ്ലുകാർ, അവരെ പറ്റിയിട്ടുള്ള വിവരം ഞാൻ അറിയിക്കട്ടെയോ? ഖബർ ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലു, സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലെ, അവരെ പറ്റിയിട്ട് അറിയിച്ചു തരാൻ. ഖാൽ, റസൂലുള്ളാന്റെ പിന്നെ അറിയിപ്പ് സഹാബത്തിന് കിട്ടി. എന്താ? കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തഖ്ബിലിൻ, കുല്ലു ഉതുല്ലിൻ ജവ്വാലിൻ മുസ്തഖ്ബിലിൻ, എല്ലാ കഠിന ഹൃദയരും, എല്ലാ പരുഷ സ്വഭാവികളും, എല്ലാ അഹങ്കാരികളും എവിടേക്കാണ്? നരകത്തിലേക്കാണ്, നരകത്തിലേക്കാണ്. ധിക്കാരപരമായ സ്വഭാവം കൊണ്ട് നടന്നവർ, അഹങ്കാരപരമായ സ്വഭാവം കൊണ്ട് നടന്നവർ, അവർ നരകത്തിലേക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇനിയോ വേറെ ഒരു വിഭാഗത്തെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ പറയാ, കുല്ലു ഉമ്മത്തി മുആഫാ ഇല്ലൽ മുജാഹിരീൻ, എന്റെ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും മുആഫാ, അവർക്ക് എന്ത് സംഭവിക്കും? അല്ലാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കും, പുറത്തു കൊടുക്കും. ഇല്ലൽ മുജാഹിരീൻ, പരസ്യമാക്കിയവർക്കൊഴികെ, പാപങ്ങൾ പരസ്യമാക്കിയവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എന്നിട്ട് റസൂലുള്ളാഹി വിശദീകരിക്കുക, വ ഇന്ന മിനൽ മുജാഹറതി അൻ യഅമല അർ-റജുലു ബില്ലൈലി അമല, ഒരാൾ തന്റെ പാപങ്ങൾ പരസ്യമാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ രാത്രിയിൽ ഒരു വേണ്ടാത്ത പണി ചെയ്തിട്ടുണ്ടാവും, രാത്രിയിൽ അവനൊരു വേണ്ടാത്ത പണി ചെയ്തിട്ടുണ്ടാകും. സുമ്മ യുസ്ബിഹ വഖദ് സതറഹു അല്ലാഹു അലൈഹി, അവൻ നേരം വെളുക്കുമ്പോൾ ആ പാപം അല്ലാഹ് മറച്ചു വെച്ചിട്ടുണ്ടാകും. ആളുകൾ അറിയാതെ, അവനെ വഷളാക്കാതെ, അവൻ ചെയ്തു പോയ പാപം മറ്റാരുടെയും ശ്രദ്ധയിൽ പെടാതെ അല്ലാഹ് മറച്ചു വെച്ചിട്ടുണ്ടാകും. ഫയഖൂല, അപ്പോൾ അവൻ ചെയ്യുന്ന പണി എന്താ? അവൻ ആളുകളോട് പറയുകയാണ്, യാ ഫുലാൻ, അല്ലയോ മനുഷ്യ, അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇന്നലെ രാത്രി ഞാൻ ഇന്നതൊക്കെ ചെയ്തു എന്നവൻ പറയും. വഖദ് ബാത യസ്തുറുഹു റബ്ബുഹു, അവന്റെ റബ്ബ് മറച്ചു വെച്ചതിനെ അവൻ കീറി പരസ്യമാക്കും. വയുസ്ബിഹു യക്ഷിഫു സിത്രല്ലാഹി അൻഹു, അവനെ തൊട്ട് റബ്ബ് മറച്ചു വെച്ചത് അവൻ ആളുകളോട് വിളിച്ചു പറഞ്ഞ് അത് പരസ്യമാക്കി നടക്കും. ഇത് എവിടുന്ന് രൂപപ്പെടുന്നതാ? ഇത് രൂപപ്പെടുന്നത് ദുർബലതയിൽ നിന്നല്ലാതെ അഹങ്കാരത്തിൽ നിന്ന് പാപം സംഭവിക്കുന്നവനാ. ദുർബലതയിൽ നിന്ന് ഒരാൾക്ക് പാപം പറ്റിയാൽ അവൻ എന്താ ചെയ്യാ? അവന്റെ മനസ്സ് ബേജാറാകും. അവൻ ഒരാളോടും പറഞ്ഞ് ആസ്വദിച്ച് നടക്കാൻ അവൻ ഉദ്ദേശിക്കില്ല, അവനത് ആസ്വദിച്ച് നടക്കാൻ കഴിയില്ല. അവൻ അള്ളാഹുവിനെ ഓർക്കും, പേടിക്കും, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യും. പക്ഷേ ഖിബറിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന്, ധിക്കാരത്തിൽ നിന്ന് ഒരു പാപം സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? അവന് ഖേദമുണ്ടാവൂല, അവനത് ആസ്വദിച്ചു കൊണ്ടിരിക്കും, അത് ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ആ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനോ ഉള്ള മനസ്സോ അതിനുള്ള തൗഫീഖോ ഇല്ലാതെ പോകും. എന്നാ ദുർബലതയിൽ നിന്ന് പാപം സംഭവിച്ചാലോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാണ്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക, ഇന്ന അബ്ദൻ
അദ്നബ ദംബൻ, ഒരു അടിമ അവൻ ഒരു തെറ്റ് ചെയ്തു പോകും. എവിടെന്നാ ചെയ്യുന്നത്? ദുർബലതയിൽ നിന്നാണ് ആ തെറ്റ് സംഭവിക്കുന്നത്. അവനൊരു തെറ്റ് ചെയ്തു പോകും. ഫഖാൽ, എന്നിട്ട് അവൻ പറയും റബ്ബി അദ്നബ്തു, അല്ലാഹുവേ റബ്ബേ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, റബ്ബേ ഫഗ്ഫിർലി, എനിക്കൊന്ന് പുറത്തു തരണേ നാഥാ എന്നവന് പ്രാർത്ഥിക്കും. അവന് സംഭവിച്ചു പോയി, വേദനയുണ്ട്, അവനത് ബോധപൂർവം ചെയ്തതല്ല, അവനെ പ്രേരിപ്പിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവന്റെ ദുർബലത കൊണ്ട് സംഭവിച്ചതാണ്. അവന്റെ മനസ്സിൽ അല്ലാഹനെ പറ്റി ഓർത്തു, ഫഗ്ഫിർലി, നാഥാ എനിക്ക് പുറത്തു തരണമേ എന്നവന് പ്രാർത്ഥിക്കുന്നു. ഫഖാല റബ്ബുഹു, ആ സമയത്ത് അവന്റെ റബ്ബ് പറയുന്നത് എന്താണ്? അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ, കണ്ടോ എന്റെ അടിമ അറിഞ്ഞിരിക്കുന്നു, മനസ്സിലാക്കിയിരിക്കുന്നു, അവനൊരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. യഗ്ഫിറുദ്ദുനൂബ വയഖുദു ബിഹി, അവനെ ശിക്ഷിക്കുന്ന, അവന് പുറത്തു കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് എന്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു. ഗഫർതു ലി അബ്ദി, ഇതാ ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു, ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. സുമ്മ മകസ മാ ശാ അല്ലാഹ്, പിന്നീട് അവൻ അങ്ങനെ ഒരു തെറ്റും ചെയ്യാതെ അങ്ങനെ കുറെ കാലം ജീവിക്കും. അല്ലാഹ് ഉദ്ദേശിച്ച കാലമത്രയും ഒരു തെറ്റും ചെയ്യാതെ അവൻ ജീവിക്കും. സുമ്മ അദ്നബ ദംബൻ, പിന്നീട് അവനിൽ വീണ്ടും തെറ്റുപറ്റും, പിന്നീട് ആ അടിമയിൽ വീണ്ടും തെറ്റുപറ്റും. ആ സമയത്ത് ഇതാ അവൻ പറയുകയാണ് റബ്ബി അദ്നബ്തുൽ ആഖറ, പടച്ചോനെ മറ്റൊരു തെറ്റ് കൂടി പറ്റിയിരിക്കുകയാണ് റബ്ബേ, എനിക്ക് മറ്റൊരു പാപം കൂടി പറ്റിയിരിക്കുകയാണ് റബ്ബേ, ഫഗ്ഫിർഹു, നീ അതൊന്ന് പുറത്തു നൽകണമേ എന്ന് അവൻ വീണ്ടും ഇസ്തിഗ്ഫാർ പറയും. ആ സമയത്ത് ഫഖാൽ, അല്ലാഹ് പറയാ അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, കണ്ടോ എന്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു, അവന്റെ പാപങ്ങൾ ശിക്ഷിക്കുന്ന, അവന്റെ പാപം പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് എന്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു. ഗഫർതു ലി അബ്ദി, ഞാൻ എന്റെ അടിമക്ക് ഇതാ പുറത്തു കൊടുത്തിരിക്കുന്നു. സുമ്മ മകസ മാ ശാ അല്ലാഹ്, പിന്നെയും അല്ലാഹ് ഉദ്ദേശിക്കുന്ന കാലം അവൻ അങ്ങനെ പാപം ചെയ്യാതെ അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കും. സുമ്മ അദ്നബ ദംബൻ, ഇതാ വീണ്ടും അവൻ മറ്റൊരിക്കൽ കൂടി പാപം ചെയ്തു പോകുന്നു. ഇത് തന്നെ ആവർത്തിക്കുന്നു. അദ്നബ്തു ആഖറ, അവനിതാ അല്ലാഹുവിനോട് പറയാ വീണ്ടും ഇതാ റബ്ബേ ഞാൻ തെറ്റ് ചെയ്തു പോയി, ഫഗ്ഫിർഹു ലി, നീ അതെനിക്ക് പുറത്തു നൽകണമേ. ഫഖാൽ, അപ്പോൾ അല്ലാഹ് പറയന്താ അഅലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദംബ വയഖുദു ബിഹി, കണ്ടോ എന്റെ അടിമ മനസ്സിലാക്കിയിരിക്കുന്നു, അവന്റെ പാപങ്ങളിൽ ശിക്ഷിക്കുന്ന, അവന്റെ പാപമോചനങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് എന്റെ അടിമ ഇതാ മനസ്സിലാക്കിയിട്ട് ഇസ്തിഗ്ഫാർ ചെയ്തിരിക്കുന്നു. ഗഫർതു ലി അബ്ദി സലാസൻ, മൂന്നാമത്തെ തവണയും ഇതാ ഞാൻ എന്റെ അടിമക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു. ഫൽയഅമൽ മാ ശാ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്തു കൊള്ളട്ടെ. ഇമാം ബുഖാരി 7507 ഹദീസ്, ഇമാം മുസ്ലിം 2758 ഹദീസ്. നമ്മൾ മനസ്സിലാക്കണം, ഇത് ചെറിയ കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ പരിഗണിക്കുന്നവനാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ പാപങ്ങളെ പറ്റി അറിയുന്നവനാണ്. ആ റബ്ബ് മനുഷ്യന്റെ ദുർബലത അറിയുന്നവനാണ്. വഖുലിഖൽ ഇൻസാനു ദഈഫ, അവൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണ് എന്ന് ആ റബ്ബിന് അറിയാം. അതുകൊണ്ട് അവൻ ഇസ്തിഗ്ഫാർ ചെയ്താൽ അവൻ ഇങ്ങനെ കൊടുക്കും. ഒരു പാപം ധിക്കാരത്തിൽ സംഭവിച്ചാൽ, ഒരു പാപം അഹങ്കാരത്തിൽ നിന്ന് സംഭവിച്ചാൽ, അവന് ചിലപ്പോ തൗബ ചെയ്യാനോ അവന്റെ ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കാനോ പടച്ചവനെ പറ്റിയിട്ടുള്ള സ്മരണ നിലനിർത്താനോ അവന് സാധിക്കണം എന്നില്ല.
അള്ളാഹു തൗഫീഖ് തരണം എന്നില്ല. മനസ്സിൽ പേടിയുണ്ടാവുക, മനസ്സിൽ കുറ്റബോധമുണ്ടാവുക, മനസ്സിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുക, അത് തന്നെ ഒരു തൗഫീഖാണ്. നമ്മൾ മനസ്സിലാക്കിക്കോ, അത് തന്നെ ഒരു തൗഫീഖാണ്. ഈ ലോകത്ത് എത്ര മനുഷ്യന്മാരാണ് ഈ മഹാപാപങ്ങൾ ചെയ്തിട്ടും ഒരു കൂസലുമില്ലാതെ, ഒരു മനക്കുത്തുമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരെ നമ്മൾ കാണുകയാണ്. എത്രയോ ആളുകൾ എന്തേ അവർക്കങ്ങനെ തോന്നുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ജീവിയെ കൊന്നാൽ, നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോ ഒരു തെരുവ് നായ അതിന്റെ മുന്നിൽ ചാടിയിട്ട് അതങ്ങാനം ചത്തുപോയാൽ നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാകും, നമ്മുടെ മനസ്സിൽ ഒരു തരം കുറ്റബോധമുണ്ടാകും. നമ്മൾ വേണ്ടിയിട്ട് ചെയ്തതല്ല, അറിഞ്ഞിട്ട് ചെയ്തതല്ല, വേണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല. പക്ഷേ നമ്മളിൽ നിന്നൊരു ജീവൻ നഷ്ടപ്പെട്ടല്ലോ, നമ്മൾ കാരണം ഒരു ജീവി അതിന്റെ ജീവൻ വെടിഞ്ഞല്ലോ. അതൊരു വേദനയാണ്, അതൊരു വിഷമമാണ്. 1-2 ദിവസം മനസ്സിൽ അതൊരു നീറ്റലായി ഉണ്ടാകും. നിങ്ങൾക്കറിയോ, മനുഷ്യന്മാരെ കൂട്ടക്കുരുതി നടന്നിട്ട് അന്നത്തെ അത്താഴത്തിന് വൈൻ കുടിച്ച് ആഹ്ലാദിച്ച് പാർട്ടികൾ നടത്തുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയിട്ട് ചെറിയ മക്കളെ അവരെ തെരഞ്ഞു പിടിച്ചു കൊന്നിട്ട് ആ കൊന്നതിന്റെ പേരിൽ വൈൻ ബോട്ടിലുകൾ പൊട്ടിച്ച് അത് രുചിച്ച് ആനന്ദിച്ച് പാർട്ടികൾ നടത്തുന്ന ഒരു തരിമ്പും കുറ്റബോധമില്ലാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. എന്തേ ഇത് സംഭവിക്കുന്നു? ഒരുത്തന്റെ പാപം ധിക്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്, അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായത്. അവന്റെ മനസ്സ് കഠിനമാകും, അള്ളാഹു അവന്റെ മനസ്സിനെ സീല് വെച്ച് കളയും. എന്നാൽ മറ്റൊരുത്തന്റെ പാപം ഉണ്ടായതോ ദുർബലതയിൽ നിന്നാണ്, അവന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ നിന്നാണ്. അവൻ മനസ്സിൽ വേദനയുണ്ടാകും, അതൊരു തൗഫീഖാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ ഉണ്ടാകും, അപ്പോൾ അള്ളാഹ് പുറത്തു തരും, അതൊരു തൗഫീഖാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മൾ നമ്മുടെ പാപങ്ങളെ പറ്റി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അത് എവിടെ നിന്നാണ് രൂപപ്പെടുന്നത്? ധിക്കാരത്തിൽ നിന്നാണോ ദുർബലതയിൽ നിന്നാണോ? ധിക്കാരത്തിൽ നിന്നുള്ളൊരു പാപവുമായി നമ്മൾ മരിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു നമുക്ക് പുറത്തു തരണം എന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ആ രൂപത്തിൽ പൈശാചികമായ ചിന്തകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ രാജ്യം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തിലാണ്. നമുക്കെല്ലാം അറിയാം, ആ തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം ബാധിക്കുന്ന വിഭാഗത്തിൽ ഒന്നാമത്തേത് നമ്മളാണ്. വെള്ളിയാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ ഉള്ളത്, അടുത്ത വെള്ളിയാഴ്ച. എല്ലാ മതസംഘടനകളുടെയും, മുഖ്യധാരാ മതസംഘടനകളുടെയും പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു, ജുമുഅ എന്ന പേരിൽ ഇലക്ഷനിൽ നിന്ന് മാറി നിൽക്കരുത്. മാക്സിമം ജുമുഅയിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ജുമുഅക്ക് മുൻപായോ പിൻപായോ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി, തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ വേണ്ടി തങ്ങളുടെ സമയത്തെ ക്രമീകരിക്കണമെന്ന് പണ്ഡിതന്മാരെല്ലാം വ്യക്തമാക്കി. ഇനി ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ജുമുഅ വാജിബല്ല, അവർക്ക് വേണമെങ്കിൽ ലൊഹർ നിസ്കരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൽ ഏർപ്പെടാം എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞത് ചില ആളുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചടക്കാണ്.
മിമ്പർമ നിന്നിട്ടാണ് രാഷ്ട്രീയത്തെപ്പറ്റി പറയുന്നത്. ജുമായേക്കാൾ പ്രധാനമാണത്ര വോട്ടിന് പോകല് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ പരിഹസിക്കുക. അത് എല്ലാ കാലത്തുണ്ടാവും. കോമൺ സെൻസ് എന്നുള്ളത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ കാർക്കശബോധമുള്ള ആളുകൾ എല്ലാ കാലത്തും ഈ ഉമ്മത്തിലുണ്ടാവും. നാളെ ഇവിടെ പള്ളി വേണോ ജീവൻ വേണോ എന്ന ചോദ്യത്തിന്റെ മുമ്പിലാണ് ജുമാ വേണോ എന്ന ചോദ്യം. ഒരു ജുമാ പോയാൽ 1000 ജുമാ ഈ രാജ്യത്ത് തുടർന്നേക്കും. ഒരു ജുമാ കിട്ടിയാൽ പിന്നീട് ജുമാ തന്നെ ഇല്ലാത്തൊരു കാലം വന്നേക്കും. അതുകൊണ്ട് അവിവേകകരമായി ചിന്തിക്കാതെ മുസ്ലിം ഉമ്മത്തിനെ മൊത്തം ബാധിക്കുന്ന ഒരു വിഷയമെന്ന നിലയ്ക്ക് വളരെ ശക്തമായ ശ്രദ്ധയോടുകൂടി ഈ കാലഘട്ടത്തിലെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണണം, വിനിയോഗിക്കണം. മുസ്ലിങ്ങളെ സഹായിക്കുന്ന, മുസ്ലിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ബാക്കിയുള്ള പ്രസ്ഥാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, മതനിരപേക്ഷ കക്ഷികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ വലിയ വിപത്തിൽ നിന്ന് രാജ്യത്തെയും ഈ ഉമ്മത്തിനെയും സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം എന്ന് ഉണർത്താണ്. അടുത്ത വെള്ളിയാഴ്ച നമ്മൾ ചിലപ്പോൾ ഇത് പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ശ്രദ്ധയുണ്ടാക്കണം. മറ്റൊന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങൾ ഉണർത്താണ്. ഒന്ന്, എല്ലാ ഈദ് നമസ്കാരത്തിന് ശേഷവും മുസല്ലകളിൽ വെച്ചുകൊണ്ട് ഈദ് സദഖ എന്ന പേരിൽ ISMന്റെ സംസ്ഥാന സമിതി ഏതെങ്കിലും ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തുകൊണ്ട്, ഒന്നില്ലെങ്കിൽ വിധവകൾക്ക് ഒരു വീട് എന്നതായിരിക്കും, അല്ലെങ്കിൽ യത്തീമിനൊരു അത്താണി എന്ന നിലയ്ക്ക്, അതല്ലെങ്കിൽ പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് ഒരു കൈത്താങ് എന്നൊക്കെ പറഞ്ഞ് വിവിധ രൂപത്തിൽ സമൂഹത്തിലെ പാവപ്പെട്ട നിർധനരായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കൈത്താങ്ങുകൾ, അതിനു വേണ്ടിയിട്ടുള്ള സഹായ സംരംഭങ്ങൾ നടത്താറുണ്ട്. അത് വളരെ വലിയ ഗുണമാണ്. കേരളത്തിലെ മൊത്തം ഈദ്ഗാഹുകളിൽ നിന്നും പള്ളികളിൽ നിന്നും അത് പിരിഞ്ഞ് സംസ്ഥാന സമിതിയിലേക്ക് അത് എത്തുമ്പോൾ വലിയൊരു തുകയായിട്ട് മാറുകയും കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ ജീവിക്കുന്ന, വ്യത്യസ്ത ജില്ലകളിൽ ജീവിക്കുന്ന ഓരോ സാധുക്കളെയും കണ്ടെത്തി അവർക്ക് ഭവന നിർമ്മാണമോ അവർക്ക് ഉപജീവന മാർഗമോ എന്തെങ്കിലുമൊക്കെ ശരിയാക്കി കൊടുക്കുകയും അവരെ കൂടി നമ്മോടൊപ്പം പിന്നെ മുന്നോട്ട് ജീവിക്കാൻ അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്ന വലിയൊരു പദ്ധതിയാണത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ ജുമയുടെ കളക്ഷനിൽ ഒരു ഭാഗം ആ പദ്ധതിക്ക് കൂടിയുള്ളതാണ് എന്നറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാം ആ പദ്ധതിയിൽ പരമാവധി സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്താം. മാത്രമല്ല മറ്റൊരറിയിപ്പ് പറയാനുള്ളത്, ഏപ്രിൽ 21 തീയതി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈറ്റിലെ സലഫി മസ്ജിദിൽ വെച്ചുകൊണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട ഗൈഡൻസ് നൽകുകയാണ്. ഏത് ഗ്രൂപ്പിൽ ഹജ്ജിന് പോണ ആളായാലും ശരി, ഏത് വിഭാഗത്തിൽപ്പെട്ട ആളായാലും ശരി, അവിടെ പോകാനും പഠിക്കാനും സൗകര്യമുണ്ട്. അവിടെ ചെന്നിരുന്ന് കാലത്ത് 10 മണി മുതൽ 5 മണി വരെ ഡെമോ അടക്കം കാണിച്ചുകൊണ്ട് കൃത്യമായി ഹജ്ജ് എങ്ങനെ നിർവഹിക്കാമെന്ന് പിന്നെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. അതിലേക്ക് ആർക്കും ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള ആർക്കും പോകാവുന്നതാണ്. അഹമ്മദ് അനസ് മൗലവിയും ജവാഹർ ഹൈനിക്കോട് തുടങ്ങിയ പണ്ഡിതന്മാരാണ് അത് ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും അവിടേക്ക് ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടേക്ക് എത്തണം. ഇനി ഹജ്ജിന് പോകുന്നില്ല, ഇത്തവണ പോകുന്നില്ല, അടുത്ത തവണ പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ പരമാവധി സംഭവിക്കാതെ ശ്രദ്ധയോടെ ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു തആല പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين.